ഹായ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഒരു ചെറിയ ഇരുമ്പാണി വെള്ളത്തിലിട്ടാൽ അത് നേരെ താഴേക്ക് പോകും. പക്ഷേ ആയിരക്കണക്കിന് ടൺ ഭാരമുള്ള ഒരു കൂറ്റൻ കപ്പലോ, അത് സമുദ്രത്തിൽ സുഖമായി പൊങ്ങിക്കിടക്കുന്നു. ഇതെങ്ങനെയാണ് ശരിയാവുന്നത്? ഇതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ: പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയന്റ് ഫോഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു സംഭവത്തിന്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണെന്ന് നോക്കാൻ പോവുകയാണ്. റെഡിയല്ലേ? ശരി, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നതെന്ന് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം. ആദ്യം ഈ പൊങ്ങിക്കിടക്കുന്നതിലെ പ്രശ്നം എന്താണെന്ന് നോക്കും. പിന്നെ വെള്ളം മുകളിലേക്ക് കൊടുക്കുന്ന ആ ഒരു തള്ള്, അതെന്താണെന്ന് മനസ്സിലാക്കും. അത് കഴിഞ്ഞാൽ ഈ ബലം എങ്ങനെ അളക്കാമെന്നും ഇതിന്റെ പിന്നിലെ ബുദ്ധികേന്ദ്രമായ ആർക്കിമിഡീസിന്റെ കഥയും നമ്മൾ കേൾക്കും. പിന്നെ പ്ലവനതത്വം, സാന്ദ്രത, കപ്പലുകൾ, ഹൈഡ്രോമീറ്ററുകൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. ഒരു കുഞ്ഞനാണി വെള്ളത്തിൽ താണുപോകുന്നു, പക്ഷേ അതിനേക്കാൾ എത്രയോ ഭാരമുള്ളൊരു സ്റ്റീൽ കപ്പൽ പൊങ്ങിക്കിടക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഈ ഒരു സംശയമാണ് നമ്മളിന്ന് തീർക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഈ രഹസ്യം കണ്ടെത്താൻ നമുക്കൊരു സിമ്പിൾ പരീക്ഷണത്തിൽ നിന്ന് തുടങ്ങാം. ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്തു നോക്കാവുന്ന ഒന്നാണ്. ഒരു ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പിയെടുത്ത് അത് അടച്ച ശേഷം ഒരു ബക്കറ്റിലെ വെള്ളത്തിലേക്ക് താഴേക്ക് തള്ളാനൊന്ന് ശ്രമിച്ചു നോക്കൂ. എങ്ങനെയുണ്ട്? നമ്മൾ താഴേക്ക് അമർത്തുന്നതിനനുസരിച്ച് എന്തോ ഒന്നതിന് മുകളിലേക്ക് ശക്തിയായി തള്ളുന്നതുപോലെ തോന്നുന്നില്ലേ? ആ ഒരു ഫീൽ കിട്ടിയില്ലേ? അതാണ് സംഭവം. അതെ, വെള്ളം മുകളിലേക്ക് തള്ളുന്ന ആ ഒരു അദൃശ്യമായ ശക്തി, അതിനൊരു പേരുണ്ട്. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഹീറോ, പ്ലവക്ഷമ ബലം. ഇനി വേറൊരു ഉദാഹരണം പറയാം. കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ടുണ്ടോ? ബക്കറ്റ് വെള്ളത്തിനടിയിലായിരിക്കുമ്പോൾ നമുക്കത് വലിക്കാനൊരു ഭാരവും തോന്നില്ല, അല്ലേ? എന്നാൽ എപ്പോഴാണോ ആ ബക്കറ്റ് വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ഘനം നമ്മൾ അറിയുന്നത്. ഇതെല്ലാം അതേ ആ മുകളിലേക്കുള്ള തള്ള്, അതായത് നമ്മുടെ പ്ലവക്ഷമ ബലം കൊണ്ടാണ് സംഭവിക്കുന്നത്. ശരി, അപ്പോൾ ഇതിന്റെ ശരിക്കുള്ള നിർവചനം എന്താണെന്ന് നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഒരു വസ്തു ഒരു ദ്രവത്തിൽ, അതായത് ഒരു ലിക്വിഡിലോ ഗ്യാസിലോ ഭാഗികമായോ അല്ലെങ്കിൽ മുഴുവനായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം ആ വസ്തുവിന് മുകളിലേക്ക് കൊടുക്കുന്ന ഒരു ബലമുണ്ട്. അതിനെയാണ് നമ്മൾ പ്ലവക്ഷമ ബലം എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം: ദ്രാവകങ്ങളെയും വാതകങ്ങളെയും പൊതുവായി ദ്രവങ്ങൾ അഥവാ ഫ്ലൂയിഡ്സ് എന്നാണ് പറയുന്നത്. കാരണം രണ്ടിനും ഈ ബലം പ്രയോഗിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ഫോഴ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയോ? നമുക്ക് ഈ കാണാൻ പറ്റാത്ത ശക്തിയെ കൃത്യമായി അളന്നെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ? ഇവിടെ നോക്കൂ, ഈ പരീക്ഷണം കാണുമ്പോൾ കാര്യം വ്യക്തമാകും. ഇടതുവശത്ത് ഒരു കല്ലിനെ സ്പ്രിംഗ് ബാലൻസിൽ തൂക്കിയിട്ടിരിക്കുന്നു. അപ്പോൾ അതിനൊരു ഭാരമുണ്ട്. ഇനി വലതുവശത്തെ ചിത്രം നോക്കിയേ. അതേ കല്ല് വെള്ളത്തിൽ മുക്കി വെച്ചപ്പോൾ ആ ബാലൻസിലെ റീഡിംഗ് കുറഞ്ഞത് കണ്ടോ? അതിനർത്ഥം വെള്ളത്തിൽ വെച്ചപ്പോൾ ആ കല്ലിന് കുറച്ച് ഭാരം കുറഞ്ഞുപോയി എന്ന് നമുക്ക് പറയാം. ഇനി ഈ പട്ടികയിലേക്കൊന്ന് നോക്കാം. ഒരു കല്ലെടുക്കാം. വായുവിൽ അതിന്റെ ഭാരം 5 ന്യൂട്ടൺ. വെള്ളത്തിൽ മുക്കിയപ്പോഴോ അത് 3 ന്യൂട്ടണായി കുറഞ്ഞു. അപ്പോൾ ഭാരത്തിൽ വന്ന വ്യത്യാസം എത്രയാണ്? 5ൽ നിന്ന് 3 കുറച്ചാൽ 2 ന്യൂട്ടൺ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? വളരെ സിമ്പിളാണ്. ഒരു വസ്തുവിന് വെള്ളത്തിൽ എത്ര ഭാരം കുറയുന്നുവോ അത്രയുമായിരിക്കും അതിനു മുകളിലേക്ക് കിട്ടുന്ന പ്ലവക്ഷമ ബലം. ഇവിടെ ആ 2 ന്യൂട്ടണാണ് പ്ലവക്ഷമ ബലം. അപ്പോൾ ഇതാണ് നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് ഒരു വസ്തുവിന് ദ്രവത്തിലുണ്ടാകുന്ന ഭാരനഷ്ടത്തിന് തുല്യമാണ്. ഈ ഒരൊറ്റ ഐഡിയ വെച്ച് നമുക്ക് പ്ലവക്ഷമ ബലം ഈസിയായിട്ട് കണ്ടുപിടിക്കാം. ഈ ഒരു കണ്ടെത്തൽ നമ്മളെ ചരിത്രത്തിലെ വളരെ പ്രശസ്തമായ ഒരു കഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ പ്ലവക്ഷമ ബലത്തിന്റെ രഹസ്യം ലോകത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞ ഒരു മഹാനായ ശാസ്ത്രജ്ഞന്റെ കഥ. ഇദ്ദേഹത്തെ പരിചയപ്പെട്ടോളൂ, സാക്ഷാൽ ആർക്കിമിഡീസ്. കഥ ഇങ്ങനെയാണ്. അവിടുത്തെ രാജാവ് ഒരു സ്വർണ്ണ കിരീടമുണ്ടാക്കി. പക്ഷേ അതിലെ സ്വർണ്ണപ്പണിക്കാരൻ വെള്ളിമായം ചേർത്തിട്ടുണ്ടോ എന്ന് രാജാവിനൊരു സംശയം. കിരീടം പൊളിക്കാതെ ഇതെങ്ങനെ കണ്ടുപിടിക്കും? രാജാവ് ഈ ജോലി ആർക്കിമിഡീസിനെ ഏൽപ്പിച്ചു. പാവം ആർക്കിമിഡീസ് ആകെ കൺഫ്യൂഷനിലായി. അങ്ങനെ ആലോചിച്ച് തലപുകഞ്ഞിരിക്കുമ്പോഴാണ് അദ്ദേഹം കുളിക്കാനായി ഒരു ബാത്ത് ടബിലേക്ക് ഇറങ്ങിയത്. അദ്ദേഹം ഇറങ്ങിയതും കുറേ വെള്ളം പുറത്തേക്കൊഴുകിപ്പോയി. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ തലയിൽ ബൾബ് കത്തിയത്. ഒരു വസ്തു വെള്ളത്തിൽ മുങ്ങുമ്പോൾ അത് കുറച്ചു വെള്ളത്തിനെ പുറത്തേക്ക് തള്ളിമാറ്റുന്നുണ്ട്. ആ പുറത്തുപോയ വെള്ളത്തിന്റെ ഭാരവും തനിക്ക് വെള്ളത്തിൽ അനുഭവപ്പെടുന്ന ഭാരക്കുറവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ഈ സത്യം മനസ്സിലാക്കിയ നിമിഷം അദ്ദേഹം യുറീക്ക യുറീക്ക, അതായത് കണ്ടെത്തി കണ്ടെത്തി എന്ന് വിളിച്ച് സിറാക്കൂസിലെ തെരുവുകളിലൂടെ ഓടി എന്നാണ് കഥ. അങ്ങനെയാണ് പ്രശസ്തമായ ആർക്കിമിഡീസ് തത്വം ഉണ്ടാകുന്നത്. അതിതാണ്:
ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിനു മുകളിലേക്ക് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം ആ വസ്തു പുറത്തേക്ക് തള്ളി മാറ്റുന്ന അല്ലെങ്കിൽ ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തത്വം. ഈ ഒരൊറ്റ നിയമം മതി നമ്മുടെ എല്ലാ സംശയങ്ങളും തീർക്കാൻ. ശരി, അപ്പൊ ആർക്കിമിഡീസ് തത്വം ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഇത് വെച്ച് ചില സാധനങ്ങൾ എന്തുകൊണ്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു, വേറെ ചിലത് എന്തുകൊണ്ട് മുങ്ങിപ്പോകുന്നു എന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തിരിച്ചുവരാം. ആണിയും കപ്പലും. ഒരു ചെറിയ ആണി വെള്ളത്തിലിടുമ്പോൾ അത് വളരെ കുറച്ച് വെള്ളത്തിനെയാണ് തള്ളിമാറ്റുന്നത്, അല്ലേ? അപ്പോൾ അതിന് കിട്ടുന്ന പ്ലവക്ഷമ ബലം വളരെ കുറവായിരിക്കും. അത് ആണിയുടെ ഭാരത്തെ താങ്ങാൻ മതിയാവില്ല. അതുകൊണ്ട് ആണി മുങ്ങിപ്പോകുന്നു. ഇനി കപ്പലിന്റെ കാര്യം നോക്കാം. കപ്പലിന് ഭയങ്കര വലിപ്പമാണ്. അതിന്റെ ഉൾവശം പൊള്ളയുമാണ്. അതുകൊണ്ട് വെള്ളത്തിലിറങ്ങുമ്പോൾ അതതിന്റെ ഭാരത്തിന് തുല്യമായ അളവിൽ, അതായത് ടൺ കണക്കിന് വെള്ളത്തിന് തള്ളിമാറ്റും. അപ്പോൾ അത്രയും വലിയൊരു പ്ലവക്ഷമ ബലം കപ്പലിന് മുകളിലേക്ക് കിട്ടും. ഈ പ്ലവക്ഷമ ബലം കപ്പലിന്റെ ഭാരത്തെ ബാലൻസ് ചെയ്യും. അതുകൊണ്ടാണ് കപ്പൽ പൊങ്ങിക്കിടക്കുന്നത്. ഇതിനെയാണ് നമ്മൾ പ്ലവനതത്വം എന്ന് പറയുന്നത്. സിമ്പിൾ. അപ്പോൾ സംഭവം വസ്തുവിന്റെ രൂപം മാത്രമല്ല, വേറെയും ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സാന്ദ്രത അഥവാ ഡെൻസിറ്റി. വസ്തുവിന്റെയും അത് മുങ്ങിക്കിടക്കുന്ന ദ്രവത്തിന്റെയും സാന്ദ്രത വളരെ പ്രധാനപ്പെട്ടതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ പട്ടികയിലേക്കൊന്ന് നോക്കൂ. മണ്ണെണ്ണ, വെള്ളം, ഉപ്പുവെള്ളം, ഗ്ലിസറിൻ, ഓരോന്നിനും ഓരോ സാന്ദ്രതയാണ്. ഇവിടെ ഓർക്കേണ്ട കാര്യം ഇതാണ്: ദ്രാവകത്തിന് സാന്ദ്രത കൂടുന്തോറും അത് കൊടുക്കുന്ന പ്ലവക്ഷമ ബലവും കൂടും. അതായത് ശുദ്ധജലത്തിലൊരു വസ്തു മുങ്ങുകയാണെങ്കിൽ അതിനേക്കാൾ സാന്ദ്രത കൂടിയ ഉപ്പുവെള്ളത്തിൽ ചിലപ്പോൾ അത് പൊങ്ങിക്കിടന്നേക്കാം. കാരണം ഉപ്പുവെള്ളം കൂടുതൽ ശക്തിയിൽ അതിന് മുകളിലേക്ക് തള്ളും. ഇതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഡെഡ് സീ അഥവാ ചാവുകടൽ. അവിടെ ആളുകൾ വെള്ളത്തിൽ മലർന്നു കിടന്ന് പത്രം വായിക്കുന്ന ചിത്രങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? അത് മാജിക്കൊന്നുമല്ല. അവിടുത്തെ വെള്ളത്തിൽ ഉപ്പിന്റെ അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് വെള്ളത്തിന് ഭയങ്കര സാന്ദ്രതയാണ്. ഈ കൂടിയ സാന്ദ്രത കാരണം അവിടെ കിട്ടുന്ന പ്ലവക്ഷമ ബലം വളരെ വലുതാണ്. അതുകൊണ്ട് നമ്മൾക്കൊരു ആയാസവുമില്ലാതെ അവിടെ പൊങ്ങിക്കിടക്കാൻ പറ്റും. നോക്കൂ, ആർക്കിമിഡീസിന്റെ ഈ കണ്ടുപിടുത്തം വെറും തിയറി മാത്രമല്ല. ഇതുപയോഗിച്ച് ഒരുപാട് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇടത് കാണുന്നതാണ് ഹൈഡ്രോമീറ്റർ. ഇത് ദ്രാവകങ്ങളുടെ സാന്ദ്രത അളക്കാനാണ് ഉപയോഗിക്കുന്നത്. സാന്ദ്രത കുറഞ്ഞ ദ്രാവകത്തിൽ ഇത് കൂടുതൽ താണുപോകും, കൂടിയ ദ്രാവകത്തിൽ കൂടുതൽ പൊങ്ങി നിൽക്കും. വലതുവശത്ത് കാണുന്ന ലാക്ടോമീറ്ററും ഇതേ തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്നറിയാൻ ഇത് സഹായിക്കും. വെള്ളം ചേർത്താൽ പാലിന്റെ സാന്ദ്രത കുറയുമല്ലോ. അപ്പോൾ ലാക്ടോമീറ്റർ കൂടുതൽ താഴും. കണ്ടില്ലേ എത്ര സിമ്പിൾ ആപ്ലിക്കേഷനാണെന്ന്? ശരി, ഇത്രയും പഠിച്ചതല്ലേ? ഇനി ഒരു ചെറിയ കണക്ക് ചെയ്താലോ? റെഡിയാണോ? ചോദ്യം ഇതാണ്: ഒരു വസ്തുവിനെ വായുവിൽ തൂക്കി നോക്കുമ്പോൾ 0.45 കിലോഗ്രാം ഭാരം. അതേ വസ്തു വെള്ളത്തിൽ മുഴുവനായി മുക്കി തൂക്കിയപ്പോൾ ഭാരം 0.31 കിലോഗ്രാം. അങ്ങനെയെങ്കിൽ ആ വസ്തുവിൽ അനുഭവപ്പെട്ട പ്ലവക്ഷമ ബലം എത്രയായിരിക്കും? ഒന്ന് പെട്ടെന്ന് ആലോചിച്ച് നോക്കിയേ. കിട്ടിയോ ഉത്തരം? സിമ്പിളാണ്. 0.14 kgW. എങ്ങനെയാണ് കിട്ടിയത്? നമ്മൾ പഠിച്ചില്ലേ, പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് ഭാരത്തിൽ വന്ന കുറവാണ്. അപ്പോൾ വായുവിലെ ഭാരമായ 0.45 നിന്ന് വെള്ളത്തിലെ ഭാരമായ 0.31 കുറയ്ക്കുക. അത്രയുള്ളൂ, 0.14 kgW. എളുപ്പമല്ലേ? അപ്പോൾ പ്ലവക്ഷമ ബലം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം നമ്മളിന്ന് അടിപൊളിയായി പഠിച്ചു. കപ്പലുകൾ മാത്രമല്ല, വെള്ളത്തിനടിയിലൂടെ പോകുന്ന അന്തർവാഹിനികളും ആകാശത്തേക്ക് ഉയരുന്ന ഹോട്ട് എയർ ബലൂണുകളുമൊക്കെ പ്രവർത്തിക്കുന്നത് ഈ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: പാലിൽ വെള്ളം ചേർത്തത് കണ്ടുപിടിക്കാൻ ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്നത് പോലെ ഈ പ്ലവക്ഷമ ബലം എന്ന ആശയം വെച്ച് നമ്മുടെ നിത്യജീവിതത്തിലെ വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപാട് ഉത്തരങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ ഭൗതികശാസ്ത്രത്തിലെ മറ്റൊരു രസകരമായ വിഷയവുമായി നമുക്ക് അടുത്ത തവണ കാണാം. നന്ദി.